ഓണത്തിനെന്ന് ഏത്തവാഴ 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 ഏത്തവാഴ. ഇതൊരു നാട്ടിൻപുറത്തിൻ്റെ കഥയാണ്. അല്ല, ഒരു നാടാകുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവണമല്ലോ. ലോകത്ത് എന്തെന്നെ സംഭവിച്ചാലും ശരി, ഞമ്മക്ക് ഒന്നും ബാധിക്കൂല എന്ന തരത്തിൽ ജീവിക്കണ കുറച്ചെണ്ണോ. അത്തരക്കാരൻ നമ്മളെന്താ വിളിക്കുക? ദുരന്തങ്ങളെന്ന്. അത്തരം ചില ദുരന്തങ്ങളുടെ കഥയാണ് ഇത്. പക്ക ലോക്കൽ. അതുകൊണ്ട് തന്നെ മെസ്സേജും തിരഞ്ഞെടുക്കണ ബുദ്ധിജീവികൾക്കുള്ള കഥയല്ല ഇത്. കാരണം ഇതിനകത്ത് മെസ്സേജേ ഇല്ല. അച്ഛ പണിയുമില്ല, ഇയാൾ അച്ഛ പണിക്ക് പോവില്ല. ഗ്യാസ് തീരാനായോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അത്തണേ എന്താ ചെയ്യാ? പൈസയും ഇല്ല, പണിയും ഇല്ല. അല്ല, ഈ ഇതെടുത്ത് തിന്നാ? ഇങ്ങോട്ട് വന്നാ ആൾക്കാര് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല കൊടുക്കാൻ. ചെക്ക് ഇങ്ങനെ എടുത്ത് തിന്നാളൂ. മൊത്തം നരച്ചിണ്ടല്ലോ. ഇവിടെ വാടോ. ആ, ഇങ്ങോട്ട് അലക്കേണ്ട, ഞാൻ ഇപ്പൊ വരാ. തളയ്ക്കാത്ത സാധനം ഞാൻ എന്ത് കാട്ടാനാ? ഞാനൊന്നും പറയിക്കും. പഞ്ചാരയൊക്കെ തീർന്ന് എന്താ ചപ്പച്ചോടെ. പണിക്കും പോണം, ഞാൻ എല്ലാത്തിനും ഞാൻ പോണം. അല്ലെങ്കിലും ഒന്നുമില്ല. ചായപ്പൊടി മേടിച്ചതാ ഇവിടുന്ന്, ഇച്ചിന്റെ അടുത്ത് മേടിച്ചതാ. എല്ലാം ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞാ. ചൂടുണ്ടേ നോക്കണേ. ചായ വേണ്ടില്ല. വേണേ കുടിച്ചോളി. ആ പിന്നെ അവിടെ നിക്ക്. ആ പോവല്ലേ, ഇവിടെ വാ. എന്താന്ന് പറയ്. കാര്യം പറയട്ടെ. സ്വകാര്യം പറഞ്ഞൊക്കെ മതി. കഴിഞ്ഞ പ്രളയത്തിന് സ്വകാര്യം പറഞ്ഞാണ് ഉള്ളിൽ കിടക്കണത്. ബാക്കിയുള്ള 3 അതാ കിടക്കുന്നത്. അല്ല, എനിക്ക് പണിക്ക് പോയിക്കൂടെ മനുഷ്യ? ഞാനെന്തിനാ പണിക്ക് പോയിട്ട്? എന്റെ സ്നേഹിതന്മാരൊക്കെ പണിക്ക് പോയിട്ടാ? ഓരൊക്കെ ഭാര്യമാരല്ലേ പണിക്കോണ്? 14 ദിവസമായി ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് ഇവിടെ ഒരു സാധനവും ഇല്ല. എല്ലാം ഞാൻ കടം മേടിച്ചതാ. ഇങ്ങനത്തെ പണിക്ക് പോയില്ലെങ്കിൽ പച്ചവെള്ളം ഞാൻ തരില്ല. 14 ദിവസം. 14 ദിവസോ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അച്ഛാ, ഇതാ സുഖേട്ടൻ വിളിക്കുന്നത്. പെട്ടെന്നുണ്ട് വാ. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാരും കൂട്ടി നമ്മളെ ആ ടാങ്കിന് മുകളിലേക്കണ്ട് വാ. ഞാൻ അവിടെ എത്താം. ആ എത്തിപ്പോയി. ഞാനേ ഒരു മിനിറ്റ് ഒന്ന് കുളിച്ചാട്ടെ. മോനെ, കോയിനൊക്കെ ഒന്ന് കൂട്ടിലാക്കി കേട്ടോ. ഇവിടെ കള്ളന്മാരൊക്കെ ഉള്ളതാണ്. ഇവിടെ നിങ്ങോട്ട് സാധനം കൊണ്ട് നേരെ ഇതിലേ പോവാ. ഇതിലേ പോയി ഇവിടെ എത്തുമ്പോൾ ഇവിടെയാണ് അങ്ങാടി. ഈ അങ്ങാടിയിൽ നിന്ന് ഇടത്തോട്ട് അങ്ങോട്ട് തിരിയാ. ഇടത്തോട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെയാണ് 4 കൂടിയ സ്ഥലം. ഇവിടെ എത്തുമ്പോഴാണ് ശത്രുക്കൾ ആക്രമണം ഉണ്ടാവുക. എവിടെ? അങ്ങോട്ട് മാറിക്കിടോ, ജീവൻ വെച്ചുള്ള കളിയാണ്. 1 മീറ്റർ ഉണ്ട് മാറിക്ക്. ഇപ്പോഴാണ് അവിടെ തോന്നിയാസം. അല്ല സുഖേട്ടാ, എന്തേ അങ്കംവട്ടൊക്കെ ഉണ്ടാവോ? എനിക്ക് കുറച്ച് പേടി തോന്നിട്ടാ. സുഖുവിന്റെ ഈ വരയും കുറിയും കണ്ടിട്ട് അതിർത്തിയിൽ യുദ്ധത്തിന് പോകാന്ന് കരുതണ്ട. ഇതിന്റെ ശരിക്കുള്ള കാര്യം അറിയണമെങ്കിൽ ഒന്ന് ഫ്ലാഷ് ബാക്ക് പോയി നോക്കി. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ കോവിഡ് വ്യാപന ഭീഷണി. മഹാമാരിയോട് സന്ധിയില്ലാത്ത സമരം നടത്താൻ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. കേരളത്തിൽ നാളെ മുതൽ ബീവറേജ് ഔട്ട്ലെറ്റുകൾ അടഞ്ഞുകിടക്കും. കോവിഡ് വ്യാപനത്തിൽ മറ്റു മാർഗങ്ങളില്ലെന്ന് ബെവ്കോ. ഈ തീരുമാനം മദ്യപാനികളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി രാജിവെക്കാതെ കോവിഡ് വ്യാപനം കുറയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു.
പൊതുജനങ്ങൾ സർക്കാരിന്റെ തെറ്റായ തീരുമാനത്തിനെതിരെ അണിനിരക്കുമെന്നും പ്രതിപക്ഷം സമരത്തിന് ആരംഭം കുറിക്കുമെന്നും അദ്ദേഹം ഉന്നയിച്ചു. അവശ്യ സാധനങ്ങൾ, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അവശ്യ സാധനത്തിന്റെ പട്ടികയിൽ മദ്യം ഉൾപ്പെടുത്തണമെന്ന് അഖില കേരള മദ്യപാന സമിതി AKMS പറഞ്ഞു. AKMSന്റെ ഈ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തു. വ്യാജവാറ്റ് പ്രോത്സാഹിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി രാജിവെക്കാതെ മറ്റു മാർഗമില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ആടാ പ്രമോദേ, ഇജ്ജ് കാര്യം അറിഞ്ഞില്ലടോ. നീ ഒരു തുള്ളി കിട്ടൂല. നീയിപ്പോൾ എന്താ ചെയ്യാ? ഇജ്ജൊരു കാര്യം ചെയ്യും. ഇജ്ജ് എല്ലാവരും കൂടിയിട്ട് ആ കല്ലടി കഴിഞ്ഞിട്ട് വാ. ഞാനവിടെ ഉണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളാണ് തീരുമാനിക്കണം. എന്നാ വേം വാ. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരായി. നമുക്കൊന്ന് വാട്ടിയാലോ? നിങ്ങൾക്ക് മാറ്റാറിയ മനുഷ്യ. വാട്ടാൻ നമുക്കൊന്നും അറിയില്ല. നമുക്ക് ബൈജുവിനൊന്ന് വിളിച്ചാലോ? എന്നാ സുഖേട്ടാ, ബൈജിനെ വിളിക്ക്. വിളിക്കാല്ലേ? വിളിക്ക്. വിളിക്ക്. ഓനൊക്കെ ഭയങ്കര തിരക്കാണ് ഇപ്പൊ. പിന്നെ ബൈജു മാറ്റാണേ. ആടാ ബൈജോ, ഈ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഒരു കാര്യമുണ്ട്. ഈ സാധനമൊക്കെ എടുത്തോ, ഇവിടെ എല്ലാം സെറ്റപ്പാണ്. ബൈജു വന്നപ്പോ ശരിയാവും. ഓക്കെ, വരുന്നുണ്ട്. ഈ പെട്ടെന്ന് ഇങ്ങോട്ട് വാട്ടോ. ബൈജു 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 സുഖു, ദാ ബൈജു എത്തി. ജിഗിട്ട് വേം വാ. ബൈജു 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 എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല, കുറച്ച് ജൈവവളാ. ഞാൻ പണിയെടുക്കല്ല എന്നുള്ള പരാതി എനിക്ക് മാറി കിട്ടിയില്ലേ? നമ്മളിനി കൃഷി ചെയ്യാൻ പോവാട്ടോ. പണിയെടുത്താ നിങ്ങൾക്ക് ഒന്ന് അത്ര തന്നെ. കുറെ കമ്പനിക്കാരുണ്ട്, ഇവിടുത്തെ ആളുണ്ട്. പണിക്കൊന്നും പോവില്ല. സൂപ്പർ. അല്ല, ഇതെന്താ കവറില്? ഇത് പിണ്ണാക്കാ. പിണ്ണാക്കൊണ്ടൊക്കെ വാറ്റുവോ? പിന്നെ പിണ്ണാക്കൊണ്ട് വാറ്റുവന്നോ? ഇനി കേരളത്തിൽ ഒഴുകാൻ പോണത് ബൈജു സ്പെഷ്യലാ. കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങൾ വാറ്റിയിട്ടുള്ളൂ. സാധനം ഇങ്ങനെ വരുമ്പോഴേ കണ്ടോണ്ടി മക്കളെ, ഇതിങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു സുഖാണ്. ഇതൊക്കെ നടക്കുകയാണെങ്കിലോ ഈ പഞ്ചായത്ത് മാത്രമല്ല രക്ഷപ്പെടുക, കേരളത്തിലെ മൊത്തം കുടിയന്മാരും രക്ഷപ്പെടും. പിന്നുണ്ടല്ലോ ഓരോ കുടിയന്മാരെ വീട്ടിലും അൻ്റെ ഇന്ത്യയും ഫോട്ടോ മാലയിട്ട് പൂജിക്കും. മനസ്സിലായോ? മനസ്സിലായി. ഓ ആരാണ് ഈ? ഹലോ, നാസർക്കയോ? നിങ്ങൾ വന്നോ? ഞാൻ വന്നടോ, ക്വാറന്റൈനിലാ. എന്തിന്റെ ഇടയില്? ക്വാറന്റൈനിലാടോ, 8 ദിവസമായി പുറത്തിറങ്ങാൻ പറ്റൂല. ആരാ? നാസർക്കയാ? നാസർക്ക പോന്നോ? ഗൾഫിന്ന് വന്നോ? സാധനം കിട്ടും. സാധനം എത്തിയോ? അല്ല, നിങ്ങൾ സാധനം കൊണ്ടുവന്നോ? സാധനമൊക്കെ കൊടുക്കണ്ടോ, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റൂല. ഇവിടെ എന്നെ പുറത്തിറങ്ങാൻ വേണ്ടി ആളെ നിർത്തിക്കുക. അതാരപ്പത്? പരമ്പിയടോ. ഓൻ ചെറ്റിയാന്ന്. അതെ, നിങ്ങൾ സാധനം റെഡിയാക്കി വെച്ചോളിട്ടോ. പുറത്തിറക്കണ കാര്യേ ഞങ്ങൾ ഏറ്റു. ശരി. ഓക്കെ. ഇനിയേ ഇതല്ല വരയ്ക്കേണ്ടത്. ഇനി മൂപ്പരെങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കും, അതാ നമ്മൾ വരയ്ക്കേണ്ടത്. ഈ വരയ്ക്ക്.
പ്രമോദ് എത്തി പ്രമോദ് എത്തി. തോന്നുന്നു കേട്ടോ. ഡാ ആണാണ്. കിട്ടി ആ കിട്ടി മക്കളെ കിട്ടി. വാ, നോക്കട്ടെ. ആണോട്ടെ? ഓ നോക്കി സാധനം കിട്ടി. കിട്ടിയടാ കിട്ടി സാധനം കിട്ടിയടാ. ആ ഇത് MC അല്ലേ ഇഷ്ടം? അതോ അത് മുതല് സാധനമാണ് പറഞ്ഞത്. ഇവിടെ ഇരി, ഇവിടെ ഇരി, ഇവിടെ ഇരി. അതെ അച്ഛമ്മന്റെ അരിഷ്ടാടാ. അരിഷ്ടോ? ആ മെഞ്ഞാന്നേ ഞാൻ പറങ്കിയാൻ്റെ നീര് കുടിച്ചു നോക്കി, ഏൽക്കുന്നില്ലടോ. പിന്നെ ഇന്നലെ ഞാനേ തേങ്ങേൻ്റെ വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് കുടിച്ചു നോക്കി, അതും ഏൽക്കുന്നില്ല. പക്ഷെ ഇത് കുടിച്ചപ്പല്ലേ എവിടേക്കോ എന്തൊക്കെയോ ഒരു തരിപ്പ്. ഇതൊന്ന് കുടിച്ചു നോക്ക്. അല്ല മക്കളെ, ഇത് എല്ലാവർക്കും തികയോ? അത് നിങ്ങൾ പേടിക്കണ്ടാന്ന്, സാധനം നമ്മളെ കയ്യില്ലേ, വേറെ നോക്കിയേ. ഇതെന്താ പ്രമോദേ? അത് അച്ഛന്റെ കൊറേ വരുന്നാന്ന്. ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞല്ലോ. അതൊന്നും പ്രശ്നമാക്കണ്ട, ഇത് കുറച്ച് പയക്കുള്ളൂ. നോടാ. അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കിയേ, എന്നിട്ട് ചെറുനാറങ്ങ് ഞാനോട്ട് ഒഴിച്ചു തരാം. ഒഴുകി ഒഴുകി ഒഴുകി. അടിപൊളി സാധനം. ഇങ്ങനെ തന്നെ പല കണ്ടുപിടുത്തുണ്ടായത്. ഇവരെ തുറക്കണവരപ്പം ഇങ്ങനെ കിടക്കുന്നു. ശരി കേട്ടോ, ഇങ്ങനെയാട്ടോ പല കണ്ടുപിടുത്തവും നടക്കണേ. എന്നെ സമ്മതിക്കാം. എന്നെ സംഭവിച്ചോടെ പ്രമോദ. ആള് സൂപ്പറാണല്ലോ. കണ്ടോ, അതിനെ ഒന്ന് കുലുക്ക്, മൂടിയിട്ടൊന്ന് കുലുക്ക്, എന്നാലേ എന്റെ ഉഷാറുണ്ടാവുള്ളൂ. ഒന്ന് കുലുക്ക്. വേഗം ഒഴിച്ചോടും കൊണ്ട്. വേനോക്ക് വേനോക്ക്. വേഗം വളരും മോളെ, ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ പുഷ്പിക്കാൻ. അതൊക്കെ ഞാൻ പരിഹരിച്ചെടുക്കും. ആ രഘുജി. ആ ലവ് ജേഷ, എന്താ പരിപാടി? ഞാൻ ചെറിയൊരു പച്ചക്കറിന്റെ ഒരു പരിപാടിയിലാ. ഓ. ആ നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? മുഖ്യമന്ത്രി അല്ല, പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ ഇത് എന്താ സാധനം? ഇത് നല്ല ഹൈബ്രിഡ് വൈദ്യനാ. ഹൈബ്രിഡ് വൈദ്യനാ? എന്റെ ഭാര്യക്ക് നല്ല ഇഷ്ടാ. വൈദ്യന? ആ പേര് വെക്കാലോ. നല്ലതാണ്, ഇഷ്ട. ആയിക്കോട്ടെ. ഇതെന്താ പ്രയോഗിക്കാൻ അറിയില്ല. അല്ല, ഒരു തൊള്ളി എവിടെയെങ്കിലും കിട്ടാറുണ്ടോ? ചെവന്മാരും വന്നുണ്ടോ? എൻ്റെ അറിവില്ല. എൻ്റെ അറിവിലുണ്ടോ? ഇല്ല. ഉണ്ടോ? ഒറ്റ ജവാന്മാരും വരാനില്ല, അതാ പ്രശ്നം. ഒന്നും നടക്കും തോന്നില്ല. എടാ, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ പഞ്ചായത്തിൽ മത്സരിച്ച് 10 വോട്ട് കൂട്ടണം. ഒരു MLA ആകണമെന്ന് എൻ്റെ ആഗ്രഹം. അത് ഇവിടെ നടക്കും തോന്നില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടിയിട്ട് വാർഡ് മെമ്പറെങ്കിലും എനിക്കാകണം. അതിനുവേണ്ടി കുറച്ച് വോട്ട് നമുക്ക് പിടിക്കണം. അതിന് നിങ്ങളുടെ കൂടെ കൂലേ? അല്ല, കൊറോണയ്ക്ക് ചൂട്ട് എത്തിക്കണ്ടേ നമുക്ക്? മന്ത്രിമാര് പറഞ്ഞല്ലേ. കൊറോണൻ്റെ കാര്യം അതിനെ ഞാൻ പറഞ്ഞത്. കൊറോണൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു കാര്യം ചെയ്യും. എന്ത്? ഈ എൻ്റെ മേത്തൊക്കെ LED ബൾബ് ആക്കിയിട്ട് ഈ പഞ്ചായത്ത് 2 റൗണ്ട് ഓടിക്കും. എന്തേർത്തു? പക്ഷെ ഈ ഓടുമ്പോൾ ഗോ കൊറോണ ഗോ, ഗോ കൊറോണ ഗോ എന്ന് പറയണം. എന്നാലേ ചെയ്യണ നമ്മളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ചൂട്ട് കത്തിച്ചാ കൊറോണ പോവോ? ഇതൊക്കെ ആരും വിശ്വസിക്കോ? ചൂട്ട് എത്തിച്ചാൽ കൊറോണ പോലെ എനിക്കറിയില്ലേ, അത് നമ്മുടെ നേതാക്കന്മാർക്കും അറിയാം. അപ്പോൾ അതായിരിക്കും നമ്മളുടെ രാഷ്ട്രീയം. ആ ഈ തേങ്ങ കൊണ്ടുണ്ടാ. ഇതെന്താ? തേങ്ങ. തേങ്ങയല്ലേ? ഇതെന്താടത്? തേങ്ങയല്ലേ? എഴുതെന്താടത്? തേങ്ങയെന്നോ? തേങ്ങന്നെ. കൺഫ്യൂഷൻ ആയില്ല. അപ്പോൾ അതാ പറഞ്ഞു, എന്ത്? ഇത് തേങ്ങയാണെന്ന് എനിക്ക് ഒരു അണക്ക് പറയും. പക്ഷെ ആരെങ്കിലും ചോദിക്കുമ്പോണ്ടല്ലോ എന്താ നമ്മൾ പറയേണ്ട കാര്യം? ഇത് തേങ്ങയാണ്, പക്ഷെ നമ്മുടെ അഭിപ്രായത്തിൽ ഇത് തേങ്ങയല്ല. മനസ്സിലായ? എന്താ രഘുജി? അതാണ് നമ്മുടെ രാഷ്ട്രീയം. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ രീതി ഉണ്ട്. നമ്മളെ രാഷ്ട്രീയത മാക്സിമം കളത്തരം പറയാം, കളത്തരം പറയാ, കളത്തരം പറയാം, എന്നിട്ട് വോട്ടുണ്ടാക്കാം. മനസ്സിലായ? അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? എന്ത് മനസ്സിലായി? മനസ്സിലായോ? അപ്പൊ വോട്ട് പിടിക്കാനുള്ള പരിപാടിക്ക് നോക്കല്ലേ? പോവല്ലേ? ഗൾഫിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ നിൽക്കുന്നതിന് എന്തോ ഇംഗ്ലീഷിലൊരു വാക്കാണ്. കോറണ്ടോ കോറണ്ടോ എന്താണ് അത്? ഇംഗ്ലീഷ് അല്ല, കോറന്റ്. കോറന്റ് സാധനമാണ്. എന്താണെന്നറിയോ? 15 ദിവസം ലീവിന് വന്നിട്ടേ, കൊറോണയായിട്ട് വന്നിട്ടേ 14 ദിവസം വീട്ടിൽ കിടക്കാം. അതാണ്. എല്ലാരും സൈഡിലേക്ക് സൈഡിലേക്ക് സൈഡിലേക്ക്. Say
आते हैं संदेश മാറിക്കളു കുളിച്ച് കാണാൻ വന്നല്ല ആഫ്രിക്കാൻ ഇറക്കാൻ വന്നാണ്. സോഡ അവിടെ എന്ത് വാളം കൊടുണ്ടോ? അല്ല അത് ബംഗാളിയാണ്. ബംഗാളി എന്ന് പറയരുത്, അതിഥി തൊഴിലാളി. ആ. നിങ്ങളിവിടെ നിൽക്കിട്ടോ, ഞാൻ ഒന്ന് പോയി കയറാം. എന്താ പരമേ എന്താ കിടക്കണേ? അന്നെ തരുന്ന അസ്രഫ് എന്റെ വീട്ടിലേക്ക് പോയിട്ടല്ലോ. ഓൻ എന്തിനാ എന്നെ തെരഞ്ഞ അവിടെ പോണേ? ഞാൻ അവിടെ ഉള്ള കാര്യം ഓനറിയല്ലോ. അതൊന്നും എനിക്കറിയില്ലേ. സമയം എന്താ ഇപ്പൊ? സമയം 3:30. അടച്ചോനെ, എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ എണ്ണ വെച്ച് കുളിക്കണ നേരാണല്ലോ. എന്നാ വേൻ ചെന്നോ, പെണ്ണുങ്ങള് പിന്നെ എണ്ണയല്ല പൊന്നു മോനെ ഒന്ന് നോക്കട്ടോ മൂപ്പരെ, ഞാൻ ഇപ്പൊ വരട്ടോ. അങ്ങോട്ട് പോവല്ലേ? അരെ ബായ്, പണിയൊന്നുമില്ല ഹേ. परमी अच्छा आदमी है ये साला गल्फ में वन्न है कोरोना परतुम है अच्छा काम अच्छा खाना पेप्सी है डेली 800 रुपया पेप्सी है ഞാൻ ഇവിടെ നോക്കാൻ നിക്ക. നീ ഒരു കാര്യം ചെയ്യ്, എണീറ്റാ. ക്യാ ബായ്? എഴുന്നേക്കടാ. അതിഥി തൊഴിലാളിയൊക്കെ എൻ്റെ നാട്ടില്, ഇവിടെ ഞങ്ങൾ പറഞ്ഞ പണിയെടുത്താൽ മതി. ബാബ്രേ ക്യാ ബായ്? ഓടാ ഓടാ, വെറുതെ പ്രദോഷം പറയാൻ നിൽക്കണ്. ഞങ്ങളെ നാട്ടിൽ ഗൾഫറെ നോക്കാൻ എന്തിനാ ബംഗാളി? അല്ല നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം? ഒന്നുമില്ല മോനെ, ഞാൻ വെറുതെ വന്നതാ. നാട്ട് പോയിക്കോളി, വിട്ടോളി വിട്ടോളി. ആയിക്കോട്ടെ. ആ ഇങ്ങോട്ട് വരടാ, എല്ലാരും പോയിക്കളി. സാറേ സാറേ എന്ത് സാർ സാറത് ഞാൻ പറയട്ടെ സാറേ. സാർ സാറേ ഈ സംസു ചാർജ് എടുത്ത് നീ അറിഞ്ഞില്ലടാ. ഈ സാറ് പുതിയതായിട്ട് ചാർജ് എടുത്ത് നീ അറിഞ്ഞില്ലടാ. ഇങ്ങോട്ട് കേറടാ. പറയട്ടെ സാർ. ഇങ്ങോട്ട് വണ്ടി. രഘുബായ്, നമുക്ക് ആ വിഭീഷണ വീട്ടിൽ നിന്ന് പോയി നോക്കിയാലോ? അവിടെ 4 വോട്ടുള്ളതാ. നാരായണട്ടൻ കിടപ്പിലല്ലേ, ഒന്ന് കാണുകയും ചെയ്യാം. അത് പോയേക്കാം. ആടെ ഒരു ചെക്കനുള്ളല്ലേ, എന്തേലും വാങ്ങണ്ടേ? ആ തടിയൻ ചെക്കനോ എനക്കെന്താണ്? നമ്മുടെ ലൗജേഷൻ പോലീസ് പിടിച്ച് എന്തോ പച്ചക്കറി എന്തോ വിറ്റ പ്രശ്നമാണ്. നമ്മുടെ ആളല്ലേ? ഓൻ പച്ചക്കറി അവിടെ കൃഷി നടത്തുന്നത് ഞാൻ കണ്ടല്ലേ. പോയി പരിഹരിക്കണ്ടേ? ലൗജേഷനെ ഇറക്കണടാ, നമ്മളൊരു പ്രവർത്തകനാ അല്ലേ? അത് വേണം, അതൊക്കെ എന്തായാലും ഇറക്കണം. അല്ല എന്തിനാ പോന അറസ്റ്റ് ചെയ്തിണ്ടാകുക? അത് സോഡ സംസാ, ഞാൻ പോവുക. സോഡ സംസോ അതെന്താ അയാൾ അങ്ങനെ വിളിക്കുക? അതോ, അയാളെ എല്ലാരും ഇടിച്ചു വീഴ്ന്നിട്ടേ ഒരു സോഡ കൊടുക്കും, അറിയോ? അതാ അയാളെ സ്റ്റൈല്. അടി കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും വേണ്ടില്ല. ജയ് ജവാൻ ജയ് കിസാൻ നമ്മുടെ പാർട്ടിന്റെ മുദ്രാവാക്യം. ശരിയാ. സോഡ സംസല്ലേ സുഡാപ്പിയാവും. ബാ നമുക്കൊന്ന് പോയേക്കാം. നിങ്ങളല്ലേ നേതാവ്, നിങ്ങളൊന്ന് പോയി നോക്ക്. ഞങ്ങളോട് ഞങ്ങളോട് ഉണ്ട്. ഏട്ടാ കുരിപ്പ് നീ ആരാടാ? സംഗീരക്കു ഒറ്റയടിക്കുന്നതിന്റെ പരിപ്പ് ഞാൻ ഇളക്കും. സാറേ, ജയ് ജവാൻ ജയ് കിസാൻ ലൗജേഷൻ എന്തിനാ അറസ്റ്റ് ചെയ്ത്? നിനക്കറിയണോ? വാടാ കാണിച്ചടാ. വേണ്ടില്ല. പച്ചക്കറിന്റെ ഉള്ളിൽ കഞ്ചാവ് കൃഷി ചെയ്തനാ ഇവൻ അറസ്റ്റ് ചെയ്ത്. അധികം കളിച്ച നിന്നെ തൂക്കിയകത്തിടും. കഞ്ചാവാ? എടാ പരനാറി, ഇതായിരുന്നില്ലടാ നിന്റെ ഹൈബ്രിഡ് വഴുതനങ്ങ. രഘുജി പറ്റിപ്പോയി. ഒരു മിനിറ്റ് സാറേ. എന്താടാ? അടി എത്ര വേണമെങ്കിലും ഞാൻ സ്റ്റേഷനിൽ വന്ന് മേടിച്ചോളാം. സാർ ഒരാളെ ഒട്ടാ മതി, ഞാൻ അങ്ങോട്ട് വന്നു. ഒരു ഉളുപ്പില്ലാണ്ട കൊണ്ടോളാം. ഈ ഒരു മുന്നിൽ തല്ലി എന്താ പ്രശ്നം? ഞാൻ ഒരു ഭൗതിക് പ്രമുഖ.
അടിച്ച് നിന്റെ ബോധമണ്ഡലം ഞാൻ നടക്കും. ഓടാ. ഇന്നൊരടി ഉറപ്പാ. മൂപ്പര പിടിപാട് ചോന ഇറക്കും. അതുറപ്പാ. ഇന്ന് സംസദിന് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. രഘുജല്ലേ തകർക്കും. തകർക്കും. സാറേ പറഞ്ഞു പോലെ നല്ലട്ടാ. എന്തായി? അത് ഞാന് കേന്ദ്രത്തിലെ പിടിപാട് വെച്ച് ശരിയാക്കി. സ്വന്തം ആണല്ലേ? വിഭീഷണോടൊപ്പം വാ. ഈ ചെക്കൻ നിക്കടവിടെ. നിങ്ങളിവിടെ ചിരിച്ചിരുന്നോ? നിങ്ങളെ മോനല്ലേ പോയത്? 2 ദിവസം തിന്നാളെ ചക്ക. അത് ആ ചെക്കനാണ് ഈ ചക്കക്കുരു പോലും ബാക്കി വെക്കൂല. നിങ്ങൾ എന്തെന്നാ ഈ ചിരിക്കുന്നത്? എത്ര ദിവസമായി പണിയിലാണ്ടിക്കുന്നത്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് നിങ്ങക്ക്. വെറുതെ ഇങ്ങനെ ഒളിച്ചോണ്ടിരിക്കും. അച്ഛാടെ വയ്യാണ്ട് തൂറിട്ടുണ്ട്. ആദ്യം അത് പോയി വൃത്തിയാക്ക്. നിങ്ങൾ അച്ഛൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാ മതി. എന്നോടല്ലേ പറഞ്ഞത് ആദ്യം അത് പോയി കഴിക്കാൻ? എനിക്ക് പോയി കഴിക്കടി. നീ എന്താ മനസ്സിലാക്കിയത്? എനിക്ക് ആവൂല നിങ്ങൾ അച്ഛന്റെ കാര്യം നോക്കാൻ. ചെല്ലടി ചെല്ല്. നീ പിന്നെ എന്തിനാണ് നിങ്ങൾ അച്ഛന്റെ കാര്യം നോക്കണമെന്നല്ല ഞാൻ കൊണ്ടുവന്നത്. നടക്കാൻ നിങ്ങൾ മേത്തോട്ട് കളിക്കില്ലേ? ഒലക്കണ്ട ഇവിടെ. ഞാൻ ഓടിച്ച് താളമടിക്കാൻ ഓർമ്മ തരും. നടക്കാൻ മിണ്ടണ്ടോ പൊക്കോ. എന്ത് വിചാരിക്കാണ്? രഘുജി അവിടെ എന്താ പ്രശ്നമുണ്ടല്ലോ? എന്താ പ്രശ്നം? അതിപ്പോ ഇങ്ങോട്ട് പറഞ്ഞാൽ ശരിയാവില്ല. അത് ചെറിയൊരു പ്രശ്നമാണ്. പ്രശ്നം നമ്മൾ പരിഹരിക്കൂലേ? നമ്മളെ കൈന്ദവ രക്തലടാ. അതുമ്പോൾ ആണുങ്ങൾക്ക് നടക്കൂല. അത് ഞാൻ അവളോട് പറയുന്നു. ആണുങ്ങൾക്ക് നടക്കൂലെന്ന് പറയടാ. അല്ല പരിഹരിക്കും. നടക്കൂല. പരിഹരിക്കണ്ടേ? നിങ്ങൾ തന്നെ പരിഹരിച്ചോ? പരിഹരിക്കടാ. രഘുജി പരിഹരിക്കും. പരിഹരിക്കും. നിങ്ങൾ പറയ്, എന്തായാലും മൂപ്പര് പരിഹരിക്കും. അത് ശരിയാ, രഘുജി അത് പരിഹരിക്കും. അച്ഛൻ വയ്യാണ്ട് തൂറിട്ടുണ്ട്. ഈ ഒന്ന് പരിഹരിക്കും. വേടാ, അത് നമ്മള് പരിഹരിക്കല്ലേ? ആദ്യം നിങ്ങൾ അങ്ങോട്ട് പരിഹരിച്ചാ മതി. രജനിയെ പരിഹരിച്ചോ? പരിഹരിക്കാം. അങ്ങനെ ഒരു കല്ല് കിട്ടി. 1 2. അല്ല ആസർക്കാ, നിങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? 8 ദിവസമായി. അല്ല നാസർക്കാ, 14 ദിവസമല്ലേ? എനിക്കെന്തേലും കുന്തം വേണ്ടേ? കപ്പോ മണ്ണാങ്കട്ടി ഒന്നുമില്ല. ജയില് മാതിരി എത്ര ദിവസം അത് കിടക്കുന്ന മനുഷ്യൻ. അല്ല 2 അടിക്കാൻ്റെ മനുഷ്യനുണ്ടല്ലോ, വിറയ്ക്കാണ് കൈ. ഗൾഫിൽ നിന്നാണ് ഈ സാധനം കിട്ടീനി, അവിടെ നിന്നാണ് അടിച്ച് കാച്ചിനി നമ്മൾ. ഇപ്പം അതല്ല സ്ഥിതി. വല്ലാത്തൊരു ദിവസത്തിലാണ് വന്നത്. ഇങ്ങോട്ട് വേണ്ടില്ല, ഇനി അവിടെ തന്നെ നിന്നാൽ മതിയിരുന്നു. എന്താ വിഷയം? അച്ഛൻ 1-2 ആഗ്രഹം കൂടി ഉണ്ട്. എന്താ വിഷയന്റെ പ്രശ്നം? അത് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ചന്ദനമുട്ടിൽ വെച്ച് വേണം ശവടക്കണം. മൂപ്പരൊരു ആഗ്രഹമാണ്. എന്റെ പൊന്നാര വിഭീഷ, എന്റെ അച്ഛൻ കോലത്തെ തമ്പുരാനൊന്നല്ല. ചേരും ചട്ടിയും കിട്ടും, അതിലിട്ട് കത്തിച്ചാൽ മതി. അവസാനത്തെ ഒരു ആഗ്രഹമല്ലേ? ഒരു കാര്യം ചെയ്യും, കൊച്ചു കളവാണ്ട് ഒഴിച്ചു കൊടുത്തേക്ക്. ആരും അറിയില്ല, ചന്ദന അരിച്ചോളൂ. വേറെ ഒരൊറ്റ കാര്യം കൂടി ഉണ്ട്. ഇനിയും ആഗ്രഹം? അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പോലീസുകാരൊന്ന് സല്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പൊന്നാര വിഭീഷ, എടാ എന്റെ അച്ഛൻ IG ആയിട്ട് ഇട്ടടല്ല, ഈ സ്ഥലത്തെ പ്രധാന കള്ളനാ. ഈ മേപ്പാടത്ത് എന്റെ അച്ഛൻ കേരളത്തെ വീടുണ്ടോ? ഇന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുണ്ടാക്കേണ്ടി ഒന്ന് കള്ളൻ നാരായണൻ. അതല്ലടോ, വയസ്സായ ആൾക്കാരല്ലേ. വയസ്സായ ആൾക്കാർക്ക് ഇമാരി അത്യാഗ്രഹം പറ്റോ? ഇജ്ജ് അങ്ങനെയൊന്നും പറയല്ലേ. വാ, ഈ ഒന്ന് പരിഹരിക്കും. വാ, അച്ഛൻ്റെ ആഗ്രഹങ്ങളല്ലേ, ഒന്ന് പൊന്നാര വിഭീഷ. സംഗതി എന്നോട് 4 വോട്ടുണ്ട്, പക്ഷെ അത് വിചാരിച്ചിട്ട് എന്നോട് പറ്റാത്ത പണി അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം. ഇത് ഞാൻ സംസാരിച്ച ഇവിടേക്ക് ഞാൻ പറഞ്ഞ കേൾക്കും. ഞാൻ പറഞ്ഞ കേക്കടാ, ഇവിടേക്ക് ഞാൻ പരിഹരിച്ചതാ. അയ്യോ അച്ഛാ, ഞങ്ങള് പോയല്ലോ.
അയ്യോ രഘുജി എന്താ ഒരു ശബ്ദം കേട്ട് ആരാ നിലവിളിച്ചത്? ആരും ഇങ്ങോട്ട് വരില്ലല്ലോ അച്ഛാ, നിങ്ങൾ എന്തിനാ അല്ല രഘുജി നിങ്ങളല്ലേ പോകാന്ന് പറഞ്ഞേ എന്നിട്ട് പോയത് മൂപ്പരാണല്ലോ. എടാ നമുക്ക് മുങ്ങിയാലമല്ലേ? മുങ്ങാൻ പറ്റില്ല, വോട്ട് പോകും. വല്ലാത്ത കാല് തിന്നിട്ട് നിങ്ങളെ. എടാ മിത്രമേ ശവത്ത് കുത്തലടാ. ഒന്നും നോക്കണ്ട, ഇവിടെ തന്നെ. എടാ മുമ്പൊക്കെ ഈ പരിപാടിക്കൊക്കെ ഒന്ന് പിരിവിടണ്ടേ? ചെലവൊക്കെ നിങ്ങളെ വക, തടി കൊണ്ട് നമ്മൾ കൂടണ്ടാവും. മിത്രങ്ങളെ ഞങ്ങൾ സാധനം കലക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വാറ്റും. നിങ്ങളുണ്ടോ? അതെന്ത് ചോദ്യം കൈ ഞാൻ എടുക്കൂ. നല്ല കഥായി. അതിനൊരു പ്രശ്നമുണ്ട് നാസർക്ക. സ്ഥലം കിട്ടില്ല ഇതുവരെ വാറ്റാളെ. നിങ്ങളെ കറിവേപ്പില സ്ഥലം ഉണ്ടോ? നിങ്ങളൊക്കെ ഇവിടുത്തെ പഴയ കളിക്കാരല്ലേ, അതിനോണ്ട് ചോദിച്ചാ. ഉണ്ട്. ഉണ്ടോ? ഉറപ്പില്ല. ഇമ്പളൊരു സംഗീതകുണ്ട്. ഓനൊന്ന് വിളിച്ചോ. നിങ്ങൾ എന്തായാലും ആ ആധാരത്തിൽ ഒപ്പിടാൻ നിങ്ങൾ പോയല്ലോ അച്ഛാ. നിങ്ങൾ എന്ത് ചതിയാ ചെയ്ത്? അയ്യോ എന്താ ഇപ്പം ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാ? ഇല്ല ഇത് ദയിപ്പിക്കണ്ട. ആ രജനീന്റെ കരച്ചിലുണ്ടല്ലേ, ഞാൻ പോയി ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. ആരെ? രജനി? പുറത്തുനിന്നുള്ള ആശ്വസിപ്പിക്കല് മതി, ഉള്ളിൽ പോയുള്ള ആശ്വസിപ്പിക്കലൊന്നും വേണ്ട. വാടാ നമ്മളൊന്ന് പോയി നോക്കാം. നോക്കാം. ഫോട്ടോ നോക്കൂ. ഹലോ നാസർക്ക, എന്താ നാസർക്ക ഇപ്പൊ? അല്ല രഘു, ഇജ്ജ് എവിടാ? ഞാൻ ചോറയിലാണ്. എന്തെങ്കിലും പരിഹരിക്കണ്ടോ? മുമ്പൊക്കെ ചെറിയൊരു കാര്യം ഉണ്ടോ? നിങ്ങൾ പറയും. കുറച്ച് സാധനം മാറ്റാണ്ട് ഇവിടെ കലക്കി ചെയ്യാൻ നമ്മളെ ചങ്ങന്മാര്. അയ്യോ അത് ഞാനിപ്പോ മരിച്ചു വിട്ടില്ല. ഇമ്പക്ക് വൈകുന്നേരം കൂടെ ഞാൻ ഉണ്ടെന്ന് ഉപ്പിയുണ്ടേ. ഇമ്പക്ക് എല്ലാവരും കൊണ്ടൊന്ന് അടിച്ചു പൊളിക്കാം. എത്ര ദിവസം അയച്ചിട്ടുണ്ട്? 5-8 ദിവസമായി ഇവിടെ മനുഷ്യൻ പ്രാന്ത് പിടിച്ച് കുത്തിരിക്കണ്. സംഗതി ശരിയാ, കുട്ടികളുടെ പ്രശ്നമാണ്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ശരിയാക്കി തരാം. പക്ഷേ നിങ്ങളെ വോട്ട് ചെയ്യണം, അത് പറ്റുമോ? വോട്ടൊക്കെ എനിക്ക് ഞാൻ തരും. എന്തായാലും സംഗതി നടക്കട്ടെ. ഈ എൻ്റെ കുടുംബം എനിക്കറിയില്ല, വലിയ തറവാടാ. കുടുംബത്തിൽ എല്ലാവരും വിട്ട് എനിക്കെന്നാ ഞാൻ പറഞ്ഞ നടക്കേ. എനിക്കിപ്പോൾ 5-8 ദിവസമായിട്ട് കിട്ടാനായിട്ട് കൈ പറിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നോക്കാം. ഞാനിപ്പോ വിളിക്കാം. മരിച്ചു വിട്ടില്ല, നമ്മൾ ബിബീഷിന്റെ അച്ഛൻ മരിച്ചാണ്. അവിടെ ശരിയാക്കി തരാം. ഓക്കെ അടിച്ചു മോനെ, എന്തായാലും സൂപ്പർ. ഇന്ന് റെഡി ആക്കട്ടെ നമുക്ക്. അല്ല നാസർക്ക, ഓ റെഡി ആക്കുവോ? ഇത് രഘുവാടാ, 50 രഘുവാണ്. സംഖ്യയാണ് ചെങ്ങായി. എന്തായാലും ശരിയാക്കും. എടാ നമ്മളെ നാരണട്ടം പോയടാ. വാ. കൊറോണക്കല്ലടോ. കൊറോണ എന്ത് കൊറോണ? ഇജ്ജെന്ത് മനുഷ്യൻ? ബാടെ നാട്ടുകാരല്ലേ? ഞാനില്ല, പോണോരങ്ങോട്ട് പോയി. നമ്മളെ വിട്ടാളി. എന്ത് മനുഷ്യനാണ്ടോ? എടാ ബിബീഷ, എന്താ ചെയ്യാ? കുടുംബക്കാരും വരൂല, പോലീസ് വരൂല, സല്യൂട്ട് പോലും ചിലപ്പം കിട്ടൂലല്ലോ അച്ഛാ. ചന്ദന മുട്ടിയും കിട്ടൂല. എന്താ ചെയ്യാ? മിത്രങ്ങളെ എന്താണ്? ഞാനിപ്പോ എന്താ ചെയ്യാ? ചന്ദനമുട്ട് ഇവിടെ ഇപ്പൊ ചേരി ചട്ടി വാങ്ങാൻ തന്നെ ഇവിടെ പൈസ ഇല്ല. എന്നിട്ട് അപ്പൊ ചന്ദനമുട്ട് കത്തിക്കുന്നു. ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. ഇത് കൂടി ഉണ്ട്, പരിഹരിച്ചേക്കാം. അതെ, ചെറിയൊരു വിഷയമുണ്ട്. ഇവിടുന്ന് ഇപ്പൊ പരിപാടി ഒന്നും നടക്കില്ല. ചോടലിലേക്ക് കൊണ്ടുപോവാ. പിന്നെ ചോടലി ഒന്ന് സെറ്റ് ചെയ്യണം, ആൾക്കാരെ വിളിച്ച് പറയണം. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇവിടെ നാസർക്ക് വിളിച്ചിന് കുറച്ച് സാധനം മാറ്റാണ്ട്. ഇതിന്റെ കൂടെ നടക്കും. മൂപ്പര് സംസ്കാരം നടക്കുമ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് അത് മാറ്റും. ബെല്ലുണ്ടാവില്ല. നിങ്ങളെ ആള് കൊള്ളാലോ. പുലിയാട്ടോ. നമുക്ക് എന്തെങ്കിലും കാര്യം വേണ്ടേ? ഞാൻ പിന്നെ ഒന്നുമില്ലാണ്ട് ഇത് നടക്കുക. ഒരു കാര്യം ചെയ്യും, ബിബീഷിനെ വിളിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ട് മുമ്പ് കണ്ടു പോവാ. ബോഡി എടുക്കാനുള്ള പരിപാടി നോക്കാം. ബിബീഷേ, ഈ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എല്ലാം രഘുജി പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ സംസ്കാരത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ അങ്ങ് ശരിയാക്കും. ഈ ഇവിടെ ബേജാറാണ്ട് ഇരുന്നാൽ മതി. ഒക്കെ ഞങ്ങൾ ബേജാറാണ്ട.
ചുടലേനെ കൊണ്ടുവന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങൾ ദീപിച്ചോളാം. ഈ ഒന്നും അറിയണ്ട കേട്ടോ. ശരി, വിഷമിക്കണ്ട കേട്ടോ. ശരി. കറുത്ത കാടാണല്ലോ. ഇതാണോ ബ്ലാക്ക് ഫോറസ്റ്റ്? ഇതാണ്ട അടുത്ത കുരിശ്. സാറ് ഗൾഫിൽ നിന്ന് നാസറിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അയാളും സ്നേഹിതന്മാരും എന്തൊക്കെയോ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കണം സാർ. നീ വീട്ടിൽ പോടാ. അത് നോക്കാനേ ഈ സംസു ഉണ്ട്. ആ വണ്ടി എടുക്ക്. സാറേ, ഒരെണ്ണത്തിനെ പോലും പുറത്ത് കാണുന്നില്ലല്ലോ. സാറ് ചാർജ് എടുത്ത് വിവരോ എല്ലാരും അറിഞ്ഞു കാണൂ. രാഷ്ട്രസേവനം, സാമൂഹ്യ സേവനം, അതാ ഒരു പോലീസുകാരന് വേണ്ടത്. അത് ഈ സംസുവിന് വാരിക്കോരി തന്നിട്ടുണ്ട്. അന്തസ്സുള്ളവനാ സംസു. അല്ല സാറേ, ഈ കാട്ടിനകത്ത് ഇവന്മാരെങ്ങനെ കണ്ടെത്താനാ? അതിനുള്ള സാധനമൊക്കെ ഈ സംസുവിന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. ഇതാ നല്ല ചിറകുള്ള ഗരുഡൻ. ഇവൻ പൊക്കിക്കോ. ചീട്ടിട് ഞാനൂട്ട്. എടീ ഗൾഫുകാരൊക്കെ പാടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ നാശാക്കെ പോടെ. ഇത് നാശാക്കൊന്നും അറിയില്ല. അവർക്ക് വരാതാക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്നൊക്കെ ആണെങ്കിൽ ഒരാലമ്പാക്കും ചെയ്യും. ഒരു കടന്നാ പോരെ? നാട് ഇഷ്ടപ്പെടായിട്ട് പോയല്ലേ. ഓരിപ്പോ ഇവിടെ വന്നിട്ട് എന്ത് കാട്ടാനാണ്? ഉള്ള സ്വസ്ഥതയും പോകില്ല ഇവിടുന്ന്. എന്തൊരു സാധനത് നോക്കുന്നു. ഒരങ്ങന്മാരെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാവും സാറേ. ഞങ്ങൾ അങ്ങോട്ട് ലോക്ക്ഡൌൺ അല്ലേ സാറേ, പണിയില്ലാത്ത ചെയ്തു പോയത്. നിനക്കൊക്കെ ഉള്ള പണി ഞാൻ തരടാ. ഇങ്ങോട്ടിറങ്ങി ഓ സംഖ്യയാണ് കേട്ടോ. ഓ നല്ലോണാണ്. കുടിക്കാനുള്ള സൗകര്യം മൊത്തം ഓർഗൻ കൊടുക്കേണ്ടി വരുമോ? ഭയങ്കര നാസർക്ക് നിങ്ങൾ എന്തിനപ്പം ഇങ്ങോട്ട് വന്ന് ചുടലിലേക്ക് വരി. അയ്യോ, അങ്ങോട്ട് വരാനല്ലോ പറഞ്ഞു. ഞാൻ ബോഡിയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം. നിങ്ങൾ അങ്ങോട്ട് വരി. ചുടലല്ലോ. നാസർക്ക ഇങ്ങോട്ട് പിടിച്ചാനേ. കണ്ടോ ചക്കണ്ടോ? എന്തായാലും എടുക്ക. എടാ പ്രമോദ വേണ്ടട്ട്. ആ ചെല്ല്. ഒന്നുമില്ല. നാസർക്ക വിട്ടോളി, ചെക്കന് ഭ്രാന്താണ്. പ്രവാസിയായതിൻ്റെ ഒരു ഗതികേടേ. എത്ര ദിവസമായി മനുഷ്യൻ പുറത്തിറങ്ങാൻ ഉത്തരിക്കുന്നു. ഇവിടെ നാട്ടുകാർ കവലിരിക്കുകയാണെ പുറത്തിറങ്ങാൻ വയ്യേ. എത്ര നാളുകൾ എൻ്റെ അടുത്ത് പിരിവിന് വന്നിട്ട്. പിരിവ് വരുമ്പോൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാർക്ക് നമ്മളെ വേണ്ട. ഞങ്ങളത് അവിടെ കൊറോണ പെട്ടിയിലാക്കി കൊണ്ടിട്ടുണ്ടോ? ഇനി ഇവിടെ നിങ്ങളിപ്പോൾ അടിച്ചു പൊളിക്കാൻ പരിപാടി. ഞാൻ ഇനി പോലില്ല. ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് വേണം. ആഗ്രഹം എന്താ ഭീകര മദ്യപിച്ച് തിന്ന് പണിയെടുക്കാതായിട്ട് സുഖിച്ചാണ് ജീവിക്കണം. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മളെ നാരായണാട്ടണം പോയി. അത് നമ്മുടെ നാരായണൻ മരിച്ചെടുക്കുന്നുണ്ടോ? എന്തൊരു സന്തോഷം. നാരായണുണ്ടെങ്കിൽ നമ്മൾ കൂടെ അഴിച്ചു പൊളിക്കില്ലായിരുന്നോ? മൂപ്പറൊരു ഗതികേട്. നാസർക്ക, ഇത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഭാഗ്യാണ്. പിണ്ണാക്കിട്ട് മാറ്റിയ സാധന ഗൾഫിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയോ? ഭാഗ്യമായിട്ട് നമ്മളെ ഭാഗ്യാടാ. ഞാൻ ആദ്യം പറഞ്ഞത്
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ് ഞാൻ. അർമാദിച്ചോളി. നമ്മളെ ദൈവടാ ബൈജേട്ടൻ. ദൈവമേ ദൈവമേ. അതെ, നമ്മുടെ നാരട്ടം മറിയാൻ കാരണം എന്താണെന്നറിയോ? എന്താണെന്നറിയോ? നമ്മുടെ നാരട്ടൻ ഇവിടെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കിടക്ക് നോക്കിയാ ചുടലേ. കാരണം ഇത് അടിക്കുക, കാരണം മൂപ്പർ എന്ത് ചെയ്യാ? അല്ലടാ, നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യൂലേ? വോട്ടൊക്കെ കണക്കന്നെ. അത് ഞാനേറ്റ്. വോട്ട് അണക്കന്നെ ചെയ്യടാ. എന്താ വണ്ട രഘു? എടാ, ഓടിക്ക ഡ്രോണാണത്. ഒന്ന് ശരി. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ അണികളെ പോലീസിന് ഇട്ടുകൊടുത്ത് രഘു മുങ്ങി. നമ്മള് അവസാനം എല്ലാരും ആഗ്രഹം നടന്നു. സുഖുവിന് നല്ല ഭക്ഷണവും വിശ്രമവും കിട്ടു. ജയിലിലാണെന്ന് മാത്രം. നാസർക്കാക്ക് നാട്ടിൽ തന്നെ കൂടാ. നാരായണേട്ടന് ചന്ദനമുട്ടി കിട്ടില്ലേലും പോലീസ് സംരക്ഷണത്തിൽ തന്നെ മൂപ്പര ശവസംസ്കാരം നടന്നോളൂ. സംസു ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു വിധ്വംസ പ്രവൃത്തിയും നടക്കില്ല. ആ പി സി പറഞ്ഞു കൊടുക്ക്. സാറ് ഇവിടെ ഉള്ളപ്പോ ആ പറഞ്ഞ കാര്യമൊന്നും ഇവിടെ നടക്കില്ല. നടക്കടാ, കേറടാ വണ്ടിയില്. കേരടാ അങ്ങോട്ട്. ഓരോരുത്തരായിട്ട് പോയി പ്രത്യേകം പറയാം. നീ ആരെ നോക്കിക്ക? കേരള വണ്ടിയിൽ. അയ്യോ സാറേ, എന്താടാ? ഒന്നുമില്ല. ഇതിലിപ്പോ അത് സാറല്ലേ സാറേ, ഞാൻ തൂങ്ങിക്കോളാം. സാറ് മുന്നിൽ കയറിക്കോളി, ഞാൻ തൂങ്ങിക്കോളാം. അതിലേക്കുള്ള നല്ല കഥകളൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിലേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാളി. ആ ബെല്ലുമ്മ കടന്നൊക്കെ ഒന്ന് ആടിക്കാണ്ടി 4 ഭാഗത്തു കൂടി. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങൾക്ക് വരുള്ളൂ.